Good afternoon. Metallurgy and machine tools സെക്കൻഡ് മൊഡ്യൂളിൽ മെറ്റൽ കട്ടിംഗ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ടൂൾ ലൈഫ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ കട്ടിംഗ് ഫ്ലൂയിഡ്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് കട്ടിംഗ് ഫ്ലൂയിഡ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഏരിയ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കട്ടിംഗ് ഫ്ലൂയിഡ് എന്നുള്ളത് ഒന്നും കൂടി നോക്കാം. സോ കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? ടു ഫെസിലിറ്റേറ്റ് മെഷീനിങ്, ദാറ്റ് ഈസ് ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി, എനി ഫ്ലൂയിഡ് ദാറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദ കട്ടിംഗ് സോൺ ഡ്യൂറിങ് മെഷീനിങ് ഈസ് കാൾഡ് കട്ടിംഗ് ഫ്ലൂയിഡ്. അപ്പോൾ നമുക്ക് ഈ മെഷീനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ മെറ്റൽ കട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സുഖകരമായിട്ട് നടക്കാൻ, അല്ലെങ്കിൽ അത് നടക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് നടക്കാൻ, അതുപോലെ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, സർഫസ് ഫിനിഷ് ഇമ്പ്രൂവ് ചെയ്യുക, ടൂൾ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മെഷീനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷീനിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കട്ടിംഗ് സോണിൽ അപ്ലൈ ചെയ്യുന്ന ഫ്ലൂയിഡുകളെ വിളിക്കുന്ന പേരാണെന്ത്? കട്ടിംഗ് ഫ്ലൂയിഡുകൾ എന്നുള്ളത്. ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സുകൾ കൂളൻ്റായിട്ടും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ലൂബ്രിക്കൻ്റ് ആയിട്ടും ആക്ട് ചെയ്യും. കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യും? കൂളൻ്റ് ആയിട്ടും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ ലൂബ്രിക്കൻ്റ് ആയിട്ടും ആക്ട് ചെയ്യും ഒരു കട്ടിംഗ് പ്രോസസ്സ്. കൂളൻ്റ് എന്ന് പറയുമ്പോൾ എ കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ടു കൂൾ ദ ടൂൾ ആൻഡ് വർക്ക് പീസ് ഈസ് കാൾഡ് എ കൂളൻ്റ്. ഇപ്പോൾ കട്ടിംഗ് ഫ്ലൂയിഡ് എന്താവും? കൂളൻ്റ് ആയിട്ടും ആക്ട് ചെയ്യും, അതുപോലെ തന്നെ എന്തുമായിട്ട് ആക്ട് ചെയ്യും? ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും ചെയ്യുന്നു. കൂളൻ്റ് എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? വർക്ക് പീസും ടൂളും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അറിയാം, ലാർജ് എമൗണ്ട് ഓഫ് ഫ്രിക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷൻ മൂലം അവിടെ ഹീറ്റ് ജനറേഷൻ നടക്കും. സോ ആ ഹീറ്റ് ജനറേഷൻ നമുക്ക് ഇൻടേൺ ടൂളിൻ്റെ ലൈഫ്, വർക്കിൻ്റെ സർഫസ് ഫിനിഷ് ഇതിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അതൊക്കെ റിഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഹീറ്റ് ജനറേഷൻ നമുക്ക് കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടെ ജനറേറ്റ് ആവുന്ന ഹീറ്റിനെ ക്യാരി അവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ വേറൊരു സൈഡിലേക്ക് അതിനെ കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കട്ടിംഗ് ഫ്ലൂയിഡ്സുകൾ യൂസ് ചെയ്യും. അന്നേരം ആ കട്ടിംഗ് ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നത് എന്താണ്? ആക്ട് ആസ് എ കൂളൻ്റ് ആയിട്ടാണ് അത് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. സോ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കൂളൻ്റുകളൊക്കെ വാട്ടർ ബേസ്ഡ് കൂളൻ്റുകളായിരിക്കും. നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് വാട്ടർ ബേസ്ഡ് കൂളൻസുകളാണ്. ബിക്കോസ് അതിൽ വാട്ടർ എന്ന് പറയുന്നത് ഒരു മെയിൻ കണ്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ വാട്ടറിന് സ്പെസിഫിക് അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഹീറ്റ് ക്യാരിയിങ് കപ്പാസിറ്റിയും എന്താണ്? കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ബേസ്ഡ് കൂളൻസ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ കട്ടിംഗ് ഫ്ലൂയിഡുകൾ എന്ത് ചെയ്യാം? ലൂബ്രിക്കൻ്റുകളായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ബൈ കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഡിമിനിഷിംഗ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ കോണ്ടാക്ടിംഗ് സർഫസസ് ഇൻ ദ കട്ടിംഗ് സോൺ ഈസ് കാൾഡ് ലൂബ്രിക്കൻ്റ്. ഓക്കെ, ഇറ്റ്സ് കാൾഡ് ലൂബ്രിക്കൻ്റ്. അപ്പോൾ ലൂബ്രിക്കൻസുകൾ ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യുക, കട്ടിംഗ് നമുക്ക് വർക്ക് സർഫസും കട്ടിംഗ് ടൂളും തമ്മിലുള്ള ഫ്രിക്ഷൻ റിഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ചിപ്പും അതുപോലെ ടൂളും തമ്മിലുള്ള ഫ്രിക്ഷൻ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. അതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അത് റെഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ജനറേഷൻ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ കഴിയും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ലൂബ്രിക്കൻ്റുകളായിട്ടും കട്ടിംഗ് ഫ്ലൂയിഡുകൾ ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരേ കട്ടിംഗ് ഫ്ലൂയിഡ് തന്നെ എന്ത് ചെയ്യാം, ഒരു സമയത്ത് അതിന് എന്തുണ്ടായിരിക്കും? കൂളിംഗ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, ലൂബ്രിക്കൻ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ചിലതിൽ കൂളിംഗ് പ്രോപ്പർട്ടി ആവും മുന്നിട്ട് നിൽക്കുന്നത്, ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി കുറവായിരിക്കും. ചിലത് ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി ആവും മുന്നിട്ട് നിൽക്കുന്നത്, കൂളിംഗ് പ്രോപ്പർട്ടി എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളെ കട്ടിംഗ് ഫ്ലൂയിഡ്സ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു, ലൂബ്രിക്കൻ്റുകളായിട്ട് വരുന്ന കട്ടിംഗ് ഫ്ലൂയിഡുകളിൽ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ഫ്ലൂയിഡുകളൊക്കെ എന്താവും? ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡ്സുകളായിരിക്കും. അവയാണ് സാധാരണ ബെറ്റർ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി ഉള്ള ഫ്ലൂയിഡുകൾ എന്ന് പറയുന്നത് ഓയിൽ ബേസ്ഡ് ആണ്. ഓക്കെ, സോ കട്ടിംഗ് ഫ്ലൂയിഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കേണ്ടത് എന്തെല്ലാമാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദി കട്ടിംഗ് ഫ്ലൂയിഡ്സ്, അല്ലെങ്കിൽ എന്തെല്ലാം പർപ്പസ് ആണ് കട്ടിംഗ് ഫ്ലൂയിഡ്സ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ നിങ്ങൾക്കറിയാം, ടു കൂൾ ദ ടൂൾ ആൻഡ് വർക്ക് പീസ്. വർക്ക് പീസിനെയും കൂളിനെയും എന്ത് ചെയ്യുക? ടൂളിനെയും കൂള് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് കൂൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. വർക്ക് പീസും ടൂളും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഏരിയയിൽ ഫ്രിക്ഷൻ മൂലം ഹീറ്റ് ജനറേഷൻ സംഭവിക്കും. ആ ഹീറ്റ് ജനറേഷൻ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ജനറേറ്റഡ് ഹീറ്റിനെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഓക്കെ,
അത് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹീറ്റിനെ അവിടെ നിന്ന് അല്ലെങ്കിൽ ഈ വർക്ക് പീസിനെയും കട്ടിംഗ് ടൂളിനെയും കൂൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ടിംഗ് ടൂളിൻ്റെ ടൂൾ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അതുപോലെ ടൂളിൻ്റെ ഹാർഡ്നെസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ടൂൾ ഹാർഡ്നെസ് അല്ലെങ്കിൽ കട്ടിംഗ് ടൂളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഹോട്ട് ഹാർഡ്നെസ് എന്നുള്ളത് അല്ലേ. അതായത് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. നമ്മൾ കട്ടിങ് എടുക്കുന്ന സമയത്ത് കട്ടിങ് പോയിന്റിൽ എന്തുണ്ടാവും, ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കട്ടിങ് എഡ്ജസിൻ്റെ ഷാർപ്പ്നെസ്, ഹാർഡ്നെസ് ഇവയൊക്കെ എന്ത് ചെയ്യാം, കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിലേക്ക് നമുക്ക് എത്തിക്കാതെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അവിടെ ഹാർഡ്നെസ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകൾക്ക് എന്തുണ്ടായിരിക്കും, ഹോട്ട് ഹാർഡ്നെസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. എന്നാൽ അത് കുറവായിട്ടുള്ള മെറ്റീരിയൽസുകൾ ഉണ്ടാവും, കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ടെമ്പറേച്ചർ അവിടെ കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, കട്ടിംഗ് ടൂളിൻ്റെ ഹാർഡ്നെസ് ആ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. സോ അപ്പോൾ ഈ ടൂളിനെ കൂൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹാർഡ്നെസ്, ടൂളിൻ്റെ ഹാർഡ്നെസ് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് അവിടെ ഹൈ ടെമ്പറേച്ചറിൽ എത്താതെ തന്നെ അല്ലേ, ഹൈ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് എത്തിക്കാതെ നിൽക്കാം, ടൂളിനെ ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാതെ നിൽക്കാം. അതുവഴി ടൂളിൻ്റെ ഹാർഡ്നെസ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെന്താ പറയുന്നത്, ലെസ് തെർമൽ ഡിസ്ട്രോഷൻ ഓഫ് ദ വർക്ക് പീസ്. നമ്മുടെ വർക്ക് പീസിൻ്റെ തെർമൽ ഡിസ്ട്രോഷൻ കുറവായിരിക്കും. തെർമൽ ഡിസ്ട്രോഷൻ എന്ന് പറയുമ്പോൾ ബേസിൽ ടെമ്പറേച്ചർ എന്താണ്, നമ്മൾ വർക്ക് അല്ലെങ്കിൽ കട്ടിങ് ഏരിയയിലെ വർക്ക് പീസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള വർക്ക് പീസുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കട്ടിങ് ആക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചറൊക്കെ കൂടിയത് കൊണ്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് ചിലപ്പോൾ തെർമലി ഡിസ്ട്രോട്ട് ആവാം. ഡിസ്ട്രോഷൻ മീൻസ് അതിൻ്റെ ഷേപ്പൊക്കെ എന്ത് ചെയ്യാം, മാറി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാവാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ അറ്റ് ചിപ്പ് ടൂൾ ആൻഡ് വർക്ക് ടൂൾ ഇൻ്റർഫേസസ്. ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ അറ്റ് ചിപ്പ് ടൂൾ ആൻഡ് വർക്ക് ടൂൾ ഇൻ്റർഫേസസ്. ചിപ്പിൻ്റെയും ടൂളിൻ്റെയും നമ്മൾ പറഞ്ഞാൽ വർക്ക് പീസ് റിമൂവ് ആകുന്നതിനാണ് ഇൻ ദ ഫോം ഓഫ് ചിപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ആ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. അപ്പോൾ ആ മെറ്റീരിയലും ടൂളും തമ്മിലുള്ള കോണ്ടാക്റ്റ് അവിടെ എന്താ ചെയ്യാം, ഫ്രിക്ഷൻ ഉണ്ടാവാം. ആ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ടൂളും വർക്ക് പീസും തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്, അവിടെയും ഫ്രിക്ഷൻ ഉണ്ടാവും, അതും റെഡ്യൂസ് ചെയ്യണം. ഇത് രണ്ടിനെയും എന്ത് ചെയ്യണം, ഈ കട്ടിംഗ് ഫ്ലൂയിഡ് റെഡ്യൂസ് ചെയ്യണം. അത് റെഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കട്ടിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന പവറിൻ്റെ കൺസപ്ഷൻ അല്ലെങ്കിൽ കട്ടിംഗ് ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാൻ കഴിയും. കാരണം കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ കട്ടിംഗ് ഫോഴ്സ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ പവർ എന്ത് ചെയ്യും, അവിടെ കൺസ്യൂം ചെയ്യും. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കുന്നത് വഴി, ആ ഫ്രിക്ഷൻ കുറയ്ക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ കൺസപ്ഷൻ അല്ലെങ്കിൽ എനർജി കൺസപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡ്യൂ ടു റിഡക്ഷൻ ഇൻ ഫ്രിക്ഷൻ മൂലം ഓക്കെ, ആ ഫ്രിക്ഷൻ റെഡ്യൂസ് ആയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പവർ കൺസപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ബിൽട്ടപ്പ് എഡ്ജസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചിപ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങളറിയാം, കണ്ടിന്യൂസ് ചിപ്സ് വിത്ത് ബിൽട്ടപ്പ് എഡ്ജസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ബിൽട്ടപ്പ് എഡ്ജസ് ഫോം ചെയ്യാനുള്ളൊരു മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അതവിടെ ഉണ്ടാവാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കട്ടിംഗ് ടൂളും അതുപോലെ നമ്മളെ ചിപ്പും തമ്മിലുള്ള ആ ഫ്രിക്ഷൻ കൂടുതലായത് കൊണ്ടാണ് അവിടെ ബിൽട്ടപ്പ് എഡ്ജസ് ഉണ്ടാകുന്നത്. കാരണം അവിടെ ഫ്രിക്ഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അവിടുത്തെ ചില പാർട്ടിക്കിൾസ്, ആ ചിപ്പിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഈ കട്ടിംഗ് ടൂളിൻ്റെ മുകളിൽ വെൽഡ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ ആ ടെമ്പറേച്ചർ കൂടിയോണ്ടാണ് ഉണ്ടാകുന്നത്. ടെമ്പറേച്ചറും പിന്നെ കൂടാതെ അവിടെ ഹൈ പ്രഷറും വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമുക്ക് കുറയ്ക്കുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, ബിൽട്ടപ്പ് എഡ്ജസിൻ്റെ ഫോർമേഷന് കുറയ്ക്കാൻ കഴിയും. BBSൽ അടുത്തത് എന്താണ്, ഫ്രിക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് ജനറേഷനും എന്ത് ചെയ്യും, കുറയും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, ടു വാഷ് ചിപ്സ് എവേ ഫ്രം ദ ടൂൾ. ടൂളിൽ നിന്ന് എന്ത് ചെയ്യാം, ടൂളിലേക്ക് നമ്മൾ ചിപ്പിനെ എത്തിക്കാതെ നിൽക്കുക.
ഈ ടൂളിലേക്ക് എന്ത് ചെയ്യണ്ട, ചിപ്പ് നേരിട്ട് എന്ത് ചെയ്യുക, വർക്ക് ബേസിൽ നിന്ന് റിമൂവ് ആവും. അത് ടൂളുമായിട്ട് എന്ത് ചെയ്യാതിരിക്കുക, കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. അത് ടൂളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ടൂളും ചിപ്പും തമ്മിൽ എന്ത് ചെയ്യും, ഫ്രിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിൽട്ടപ്പ് എഡ്ജസുകളൊക്കെ എന്ത് ചെയ്യാം, ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ചിലപ്പോൾ ഇത് ടൂൾസിന് എന്ത് ചെയ്യും, ടൂൾസിൻ്റെ എഡ്ജസിനൊക്കെ ചിലപ്പോൾ അത് എന്ത് ചെയ്യും, ടൂൾസിൻ്റെ എഡ്ജസിലൊക്കെ വിയർ ആൻഡ് ടയർ ഒക്കെ എന്ത് ചെയ്യും, ഈ ചിപ്സ് വരുത്തും. ടൂൾസിൻ്റെ എഡ്ജസിൻ്റെ ബ്ലൻഡ് ആക്കുക മീൻസ് അതിൻ്റെ ഷാർപ്നെസ് ഒക്കെ എന്ത് ചെയ്യാം, കുറയ്ക്കാം. അതുപോലെ ടൂളിന് വിയർ ആൻഡ് ടയർ സംഭവിക്കാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ എന്തിനെ കൊണ്ട് കഴിയും, ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ, അത് ഒരു കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സർഫസ് ഫിനിഷും അതുപോലെ തന്നെ ഡയമെൻഷണൽ പ്രിസിഷനും. ഡയമെൻഷണൽ പ്രിസിഷൻ എന്ന് പറയുമ്പോൾ ഡയമെൻഷണൽ ആക്യുറസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ടു പ്രൊട്ടക്ട് ദ ഫിനിഷ്ഡ് സർഫസ് ഫ്രം കൊറോഷൻ. അതായത് നമുക്കിപ്പോൾ ഒരു ഫിനിഷ്ഡ് മെഷീനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിനിഷ്ഡ് ആയ സർഫസ് ഉണ്ടാവും, ഫിനിഷ്ഡ് അല്ലാത്ത സർഫസ് ഉണ്ടാവും. ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ മെഷീനിങ് കഴിഞ്ഞിട്ടുള്ള സർഫസ് ഉണ്ടാവും, എന്നാൽ മെഷീനിങ് കഴിയാത്ത സർഫസ് ഉണ്ടാവും. അപ്പോൾ ആൾറെഡി മെഷീൻ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ള സർഫസിലേക്ക് അവിടെ ഈ കട്ടിംഗ് ടൂളിൻ്റെ ആക്ഷൻ കാരണം, നമ്മുടെ ഈ കട്ടിംഗ് ടൂളിൻ്റെ ആക്ഷൻ കാരണം ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അവിടെ മേ ബി കൊറോഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവാം. നോർമൽ കട്ടിംഗ് ഫ്ലൂയിഡുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ചില മെറ്റീരിയൽസിലൊക്കെ എന്ത് ചെയ്യും, ഇത്ര ഫിനിഷ്ഡ് സർഫസിൽ അവിടെ കൊറോഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ഫിനിഷ്ഡ് സർഫസുകളെ കൊറോഷനിൽ നിന്ന് എന്ത് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യുക. കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാതിരിക്കുക അല്ലേ. നമ്മളെ കട്ടിംഗ് ടൂളിൻ്റെ ആ സർഫസ് എന്ത് ചെയ്യാതിരിക്കുക, ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കാതിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കട്ടിംഗ് ഫ്ലൂയിഡുകൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ടു കോസ് ചിപ്സ് ബ്രേക്സ് ഇൻ ടു സ്മോൾ പാർട്സ്. അതായത് ചിപ്സിന് എന്ത് ചെയ്യണം, നമ്മളെ കണ്ടിന്യൂസ് ചിപ്സ് ആയാലും ശരി, ആ കണ്ടിന്യൂസ് ചിപ്സുകളെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സ്മോൾ പാർട്സ് ആക്കിയിട്ട് റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ കണ്ടിന്യൂസ് ചിപ്സുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് പ്രശ്നമാണ്. ഓക്കെ, കാരണം അത് കൂടുതൽ അവിടെ അടിഞ്ഞുകൂടി അല്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ഒരു റിബൺ ഫോമിൽ അവിടെ ഇങ്ങനെ കടന്നുകൂടി നമുക്ക് കട്ടിങ് ആക്ഷൻ എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് അവിടെ നടക്കില്ല. നമുക്ക് വിസിബിലിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. കട്ടിങ് ടൂളിനുമായിട്ട് എന്ത് ചെയ്യും, ഫ്രിക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാരണം ഒരു പർട്ടിക്കുലർ ചെറിയ പാർട്ടുകളാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ കണ്ടിന്യൂസ് ചിപ്സ് ആണ് വരുന്നതെങ്കിലും അതിനെന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ സ്മോൾ പാർട്ടുകളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്തിട്ട് വിടണം. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യാറുണ്ട്, കട്ടിംഗ് ഫ്ലൂയിഡുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ കട്ടിംഗ് ഫ്ലൂയിഡ് അങ്ങനത്തെ ഫംഗ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില സമയത്തൊക്കെ ചിപ്പ് ബ്രേക്കേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ഈ കട്ടിംഗ് ടൂളിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ, ചിപ്പ് ബ്രേക്കേഴ്സ്. കാരണം ഇവിടെ കണ്ടിന്യൂസ് ചിപ്സുകൾ വന്നാൽ അത് റിബൺ ഫോമിൽ അവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കും. അത് നമ്മളെ കട്ടിംഗ് ടൂളുമായി കോണ്ടാക്റ്റ് വന്ന് കട്ടിംഗ് ടൂളിൻ്റെ വേർ ആൻഡ് ടയറൊക്കെ വരാൻ കൂടുതൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ കട്ടിംഗ് ഫ്ലൂയിഡുകൾ യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ചിപ്പ് ബ്രേക്കേഴ്സും എന്ത് ചെയ്യാറുണ്ട്, അതിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ ഒരു ഫംഗ്ഷനാണത്, ഈ ചിപ്സിനെ സ്മോൾ പാർട്സിലേക്ക് ബ്രേക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, ടു ഇംപ്രൂവ് ദ സർഫസ് ഫിനിഷ്. വാക്കിൻ്റെ സർഫസ് ഫിനിഷ് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. സെവൻത്ത് വൺ എന്താണ്, ടു പ്രിവെൻറ്റ് ദ ഫോർമേഷൻ ഓഫ് ബിൽട്ടപ്പ് എഡ്ജസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സർഫസ് ഫിനിഷ് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ ബിൽട്ടപ്പ് എഡ്ജസ് ഫോം ചെയ്യുക, അതിൻ്റെ ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യുക. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് കാരണം മെയിൻലി എന്താണ്, ഈ ഫ്രിക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഫങ്ഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. എന്തെല്ലാമാണ് കട്ടിംഗ് ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ഫ്ലൂയിഡിന് നിർബന്ധമായിട്ടും വേണ്ട റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തെല്ലാമാണ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഹൈ ഹീറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഫോർ റെഡിലി അബ്സോർബിങ് ഹീറ്റ് ഡെവലപ്ഡ്. ഹൈ ഹീറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ആയിരിക്കണം. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റിനെ എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി വലിച്ചെടുത്ത് പുറത്തേക്ക്, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ആ ഏരിയയിൽ നിന്ന് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം, കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്ലൂയിഡുകളായിരിക്കണം നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡിനെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഹീറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. അതുപോലെ തന്നെ ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസും ആയിരിക്കണം. ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ കട്ടിംഗ് ടൂൾ ആൻഡ് വർക്ക്. അതുപോലെ തന്നെ ചിപ്പ് ആൻഡ് ടൂൾ, ചിപ്പും ടൂളും തമ്മിലുള്ള ഫ്രിക്ഷൻ, അതൊക്കെ എന്ത് ചെയ്യണം, അവിടെയൊക്കെ ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ഫ്ലൂയിഡുകൾ, അല്ലെങ്കിൽ അവിടെ ലൂബ്രിക്കേഷനാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് ആവശ്യം, എന്നാലും അവിടെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉള്ള
പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം കട്ടിംഗ് ഫ്ലൂയിഡിന്. അതുപോലെ തന്നെ ഹൈ ഫ്ലാഷ് പോയിന്റ് സോ ആസ് ടു എലിമിനേറ്റ് ദ ഹസാർഡ് ഓഫ് ഫയർ. ഹൈ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ലൂബ്രിക്കൻസുകൾക്കൊക്കെ നമ്മൾ ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൽ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൂബ്രിക്കൻ്റ് അത് ജസ്റ്റ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയാണ്. ഓക്കെ, നമ്മളൊരു ഫ്ലെയിം ആ ലൂബ്രിക്കൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരികയാണെന്ന് വിചാരിക്കുക. സിമ്പിളി ഒരു ഫ്ലെയിം ആ ലൂബ്രിക്കൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്താതെ എന്ത് ചെയ്യില്ല, അവിടെ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ ലൂബ്രിക്കൻ്റ് കത്തില്ല. കത്തുക മീൻസ് ജസ്റ്റ് ഒരു ഫ്ലാഷ് ഓഫ് ഫയർ. അതായത് നമ്മൾ ചെറുതായിട്ടൊന്ന് കത്തുക അല്ലേ, ചെറുതായിട്ടൊന്ന് കത്തിയിട്ട് അത് എന്ത് ചെയ്യും, അത് ചിലപ്പോൾ അപ്പം തന്നെ പോവാം. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ആ തീ എന്ത് ചെയ്യാം, കത്തിയിട്ട് ചിലപ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യാം, നമ്മളെ ലൂബ്രിക്കൻ്റിൽ നിന്ന് കത്തിയിട്ട് അത് അപ്പം തന്നെ എന്ത് ചെയ്യാം, ആ ഫയർ അവിടെ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണത് ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ, അപ്പോൾ അത് ഹൈ ആയിരിക്കണം. അതായത് ഈ ഒരു ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ ഈ ഒരു കട്ടിംഗ് ഫ്ലൂയിഡ് കത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പറേച്ചറാണ്. അത് ജസ്റ്റ് കത്തി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചറാണ്. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലാഷ് പോയിന്റ് എത്തിയതുകൊണ്ട് എന്ത് ചെയ്യില്ല, ലൂബ്രിക്കൻ്റ് കംപ്ലീറ്റ് കത്താവുന്നില്ല. അത് കത്തി തുടങ്ങുകയുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ വീണ്ടും എന്ത് ചെയ്യണം, കൂടണം. ആ ഒരു ആ ഫയർ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്ന പോയിൻ്റാണ് ഫയർ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ ഫ്ലാഷ് പോയിന്റ് ജസ്റ്റ് കത്തി തുടങ്ങാൻ, ഓക്കെ, ജസ്റ്റ് അവിടെ ഒരു ഫയർ നമ്മുടെ ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ ഈ കട്ടിംഗ് ഫ്ലൂയിഡ് കത്താൻ ആവശ്യമായിട്ടുള്ള ആ ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണത് ഫ്ലാഷ് പോയിന്റ്. ആ ടെമ്പറേച്ചർ എപ്പോഴും ഹൈ ആയിരിക്കണം എന്നാണ് കട്ടിംഗ് ഫ്ലൂയിഡിനെ വേണ്ട പ്രോപ്പർട്ടി പറയുന്നത്. അത് ഹൈ ആയാൽ എന്താണ് ഗുണം, അത് കൂടുതലാകുന്നത് കൊണ്ട് നമുക്ക് എന്താ ഗുണം, അത് പെട്ടെന്ന് നമ്മളെന്ത് കട്ടിംഗ് ഫ്ലൂയിഡ് എന്ത് ചെയ്യത്തില്ല, കത്തി പിടിക്കില്ല. അങ്ങനെ ഹസാർഡ് ഓഫ് ഫയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ കഴിയും. ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്, കെമിക്കൽ സ്റ്റെബിലിറ്റി സോ ആസ് നോട്ട് ടു ഓക്സിഡൈസ് ഇൻ ദി എയർ. എന്താണ്, കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം കട്ടിംഗ് ഫ്ലൂയിഡ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഓക്സിഡൈസേഷൻ എന്ത് ചെയ്യില്ല, പാടില്ല. എയറുമായിട്ട് കോണ്ടാക്റ്റ് വരും. നമ്മുടെ കട്ടിംഗ് ടൂള് അല്ലെങ്കിൽ നമ്മുടെ വാക്ക് പീസ്, ഇതൊക്കെ എന്താണ്, എയറുമായിട്ടാണ് കോണ്ടാക്ട് അല്ലേ. പ്രോപ്പർ എയർ നമ്മൾ ഒരു ഇൻസൈഡ് എയർ അല്ലാത്ത അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറുമായി ബന്ധമില്ലാത്ത ഏരിയയിലൊന്നും വെച്ചിട്ടല്ല നമ്മളെ നോർമൽ എല്ലാ മെഷീനിങ് പ്രോസസ്സും നടക്കുന്നത്. അപ്പോൾ എല്ലാ കൺവെൻഷണൽ മെഷീനിങ്ങും അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ അതിലെ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യാം, കട്ടിംഗ് ഫ്ലൂയിഡ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കട്ടിംഗ് ഫ്ലൂയിഡിനെ ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പാടില്ല. കെമിക്കലി എന്തായിരിക്കണം, അത് സ്റ്റേബിൾ ആയിരിക്കണം. യാതൊരു വിധത്തിലും ഓക്സിഡൈസേഷൻ എന്ത് ചെയ്യരുത്, വരാൻ പാടില്ല. ബിക്കോസ് അവിടെ ഹൈ ടെമ്പറേച്ചർ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഫ്രിക്ഷൻ മൂലം ഹൈ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഓക്സിഡൈസേഷനൊക്കെ കൂടുതൽ ചാൻസ് ഉള്ള ഏരിയയാണ്. പക്ഷേ എന്നാലും നമ്മളെ കട്ടിംഗ് ഫ്ലൂയിഡ് എന്ത് ചെയ്യാൻ പാടില്ല, അത് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. ഓക്കെ, അത് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. വയറിലുള്ള ഓക്സിജനെ അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിഡേഷൻ സംഭവിക്കരുത്. അതുപോലെ ന്യൂട്രലുമായിരിക്കണം. ന്യൂട്രൽ എന്ന് പറയുമ്പോൾ യാതൊരു വിധത്തിലും അതെന്ത് ചെയ്യരുത്, ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കാൻ പാടില്ല. സോ ആസ് നോട്ട് ടു റിയാക്ട് കെമിക്കലി. യാതൊരു വിധത്തിലും എന്ത് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ വരരുത്. വിത്ത് മെറ്റൽ, നമ്മളെ കട്ടിംഗ് ടൂളായിട്ടും വരാൻ പാടില്ല, അതുപോലെ വർക്ക് പീസായിട്ടും വരാൻ പാടില്ല, നമ്മുടെ മെഷീൻസിൻ്റെ പാർട്ടുകളുമായിട്ട് വരാൻ പാടില്ല, അറ്റ്മോസ്ഫിയറിലെ എയറുമായിട്ടും വരാൻ പാടില്ല. കെമിക്കലി എന്തായിരിക്കണം, ന്യൂട്രൽ ആയിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, ഓഡോർലെസ് സോ ആസ് നോട്ട് ടു പ്രൊഡ്യൂസ് എനി ബാഡ് സ്മെൽ വെൻ ഹീറ്റഡ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ ഹീറ്റ് ഉണ്ട് അല്ലേ, ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് ചില എന്ത് ചെയ്യാം, കട്ടിംഗ് ഫ്ലൂയിഡിൽ നിന്ന് എന്ത് ചെയ്യരുത്, ബാഡ് സ്മെല്ലുകൾ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്മെല്ലുകളൊന്നും എന്ത് ചെയ്യരുത്, വരാൻ പാടില്ല. ഓക്കെ, അതാണ് ഓഡോർലെസ് ആയിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഹാംലെസ് ടു ദ സ്കിൻ ഓഫ് ദി ഓപ്പറേറ്റേഴ്സ്. നമ്മളെ ഈ മെഷീനിങ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കട്ടിംഗ് ആക്ഷൻ നടത്തുന്ന ഓപ്പറേറ്ററിനെ സ്കിന്നിന് യാതൊരു വിധത്തിലും ഇറിറ്റേഷൻ വരുത്താത്തതായിരിക്കണം ഈ കട്ടിംഗ് ഫ്ലൂയിഡ്. അത് കട്ടിംഗ് ഫ്ലൂയിഡിന് വേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. അതാണ് പറയുന്നത് ഹാംലെസ് ടു ദ സ്കിൻ ഓഫ് ദി ഓപ്പറേറ്റേഴ്സ്. പിന്നെ എന്താ പറയുന്നത്, നോൺ കൊറോസീവ് ടു ദ വർക്ക് ഓർ മെഷീൻ. വർക്കും അല്ലെങ്കിൽ മെഷീനും അവിടെയൊക്കെ എന്തുണ്ട്, മെറ്റൽ പാർട്സുകളുണ്ട് അല്ലേ, അവിടെയൊക്കെ ഡിഫറെൻറ്റ്
മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ വർക്ക്. മെഷീനൊക്കെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും, വർക്കിന് വേറെ മെറ്റീരിയൽ ഉണ്ടാവാം. മെഷീൻസിനെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള പല മെറ്റീരിയൽസുകൾ കൊണ്ടും വളരെ കോസ്റ്റ് കൂടിയിട്ടൊക്കെയാണ് മെഷീൻ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മാനുഫാക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ വർക്കും എന്തുണ്ടാവും, പർട്ടിക്കുലർ മെറ്റീരിയൽസ് ഉണ്ടാവും. പർട്ടിക്കുലർ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കിനെയും നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് മെറ്റീരിയൽസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വർക്ക് മെറ്റീരിയൽസ് അതിനെ എന്ത് ചെയ്യരുത്, ഈ കട്ടിങ് ഫ്ലൂയിഡ് എന്ത് ചെയ്യാൻ പാടില്ല, കൊറോഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ മെഷീൻ്റെ പാർട്സിനെയും അതിനെ എന്ത് ചെയ്യരുത്, കൊറോഡ് ചെയ്യരുത്, നോൺ കൊറോസീവ് ആയിരിക്കണം. പിന്നെന്താ പറയുന്നത്, ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്തിനു വേണ്ടിയിട്ടാണ്, സോ ദാറ്റ് ദ ഓപ്പറേറ്റർ ക്യാൻ ക്ലിയർലി വ്യൂ ദ കട്ടിങ് ആക്ഷൻ ഓഫ് ദ ടൂൾ. നമ്മളെ ടൂളിൻ്റെ കട്ടിങ് ആക്ഷൻ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, കാണാൻ പറ്റണം. ആ ഓപ്പറേറ്റർ ആണല്ലോ ഈ കട്ടിങ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മളെ മെറ്റീരിയലിനെ പർട്ടിക്കുലർ ഓപ്പറേഷൻ നടത്തുന്നത്, മെഷീനിങ് ഓപ്പറേഷൻ നടത്തുന്നത്. ആ സമയത്ത് കട്ടിങ് ടൂളിൻ്റെ കട്ടിങ് ആക്ഷൻ ക്ലിയർലി വിസിബിൾ ആയിരിക്കണം ഓപ്പറേറ്റർക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോപ്പറായിട്ടുള്ള മെഷീനിങ് ഓപ്പറേഷൻ നടക്കില്ല. അപ്പോൾ കട്ടിങ് ഫ്ലൂയിഡിൻ്റെ ട്രാൻസ്പെറൻസി ഇല്ലെങ്കിൽ, കട്ടിങ് ഫ്ലൂയിഡ് നമ്മൾ എവിടെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഏതിലൂടെയാണ്, ഈ കട്ടിങ് സോണിലൂടെയാണ്. അപ്പോൾ ആ കട്ടിങ് സോണിൽ കൃത്യമായിട്ടും കട്ടിങ് ഫ്ലൂയിഡ് ട്രാൻസ്പെറൻ്റ് അല്ലെങ്കിൽ എന്താണ്, ഈ കട്ടിങ് ആക്ഷൻ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതെന്തുകൊണ്ട് കട്ടിങ് ഫ്ലൂയിഡ് എന്തായിരിക്കണം, ട്രാൻസ്പെറൻസി ആയിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം. ഓക്കെ. പിന്നെ പറയുന്നത് എന്താണ്, ലോ വിസ്കോസിറ്റി ടു പെർമിറ്റ് ഫ്രീ ഫ്ലോ ഓഫ് ദ ലിക്വിഡ്. വിസ്കോസിറ്റി കുറവായിരിക്കണം കട്ടിങ് ഫ്ലൂയിഡിൻ്റെ. എന്തിനു വേണ്ടിയിട്ടാണ്, വളരെ ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് ബിറ്റ്വീൻ ഈ കട്ടിങ് ആക്ഷൻ നടക്കുന്ന ആ ഏരിയയിലൂടെ എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് ആ ലിക്വിഡ് ഫ്ലോ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ പ്രഷർ, വേറെ വലിയ പമ്പുകളൊക്കെ ഉപയോഗിച്ച് പമ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ. എന്തായാലും നമ്മൾ പമ്പ് ഉപയോഗിക്കും. ആ പമ്പിൻ്റെ പവർ കൺസപ്ഷൻ എന്ത് ചെയ്യും, വിസ്കോസിറ്റി കൂടിയ ഫ്ലൂയിഡ് ആണെങ്കിൽ അത് കൂടും. ഓക്കെ. പിന്നെന്താ പറയുന്നത്, ലോ പ്രൈസ്ഡ് ടു മിനിമൈസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. കോസ്റ്റ് ഒന്നാമത് കുറയണം, ലോ പ്രൈസ്ഡ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യും, നമുക്കിപ്പോൾ ഒരു മെറ്റീരിയലിനാണല്ലോ, ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ കമ്പോണൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്തായാലും കട്ടിങ് ഫ്ലൂയിഡ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ കോസ്റ്റുള്ള കട്ടിങ് ഫ്ലൂയിഡ് നിങ്ങൾ യൂസ് ചെയ്താൽ കൂടുതൽ കോസ്റ്റ് ആയിരിക്കും ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ടോട്ടൽ ഓവറോൾ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്താണ്, കട്ടിങ് ഫ്ലൂയിഡിൻ്റെ കോസ്റ്റും എന്ത് ചെയ്യണം, കുറവായിരിക്കണം. സോ ഇത്രയും പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഇതും കുറേ വട്ടം എന്ത് ചെയ്തിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ നമുക്ക് നോക്കാനുള്ളത്, ഈ കട്ടിങ് ഫ്ലൂയിഡ്സിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ. സെലക്ഷൻ ഓഫ് കട്ടിങ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ചോയ്സ് ഓഫ് കട്ടിങ് ഫ്ലൂയിഡ്സ്, എന്തിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കട്ടിങ് ഫ്ലൂയിഡ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. എന്ത് മെഷീനിങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റൽ കട്ടിങ് ഓപ്പറേഷനാണ് നിങ്ങൾ ചെയ്യുന്നത്. ടേണിങ് ആണോ, ഡ്രില്ലിംഗ് ആണോ, ബോറിംഗ് ആണോ, ഗ്രൈൻഡിങ് ആണോ, അതുപോലെ ഫിനിഷിങ്, റഫ് ഫിനിഷിംഗ് ആണോ, അതോ ഫൈൻ ഫിനിഷിംഗ് ആണോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഏത് ടൈപ്പ് ഓപ്പറേഷൻ ആണോ നിങ്ങൾ ചെയ്യുന്നത് അതിനെന്ത് ചെയ്യും, ഈ കട്ടിങ് ഫ്ലൂയിഡ് അതിനനുസരിച്ച് മാറും. ഓക്കെ. അതുപോലെ ഇപ്പോൾ ടേണിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മൾ സൊല്യൂബിൾ ഓയിൽസ് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഡ്രില്ലിങ്, ഗ്രൈൻഡിങ് അവിടെയൊക്കെ മിനറൽ ഓയിൽസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, ഓപ്പറേഷനനുസരിച്ച് കട്ടിങ് ഫ്ലൂയിഡ് മാറാം. പിന്നെന്താ പറയുന്നത്, ദ റേറ്റ് ഓഫ് മെറ്റൽ റിമൂവൽ. അതായത് ഒരു പർട്ടിക്കുലർ കട്ടിങ് ആക്ഷൻ നടക്കുന്ന സമയത്ത് എത്ര മെറ്റീരിയലിനെ നമ്മളവിടെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര മെറ്റലിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ മെറ്റൽ റിമൂവൽ റേറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ വളരെ കുറഞ്ഞ, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ വളരെ കുറഞ്ഞ രീതിയിലെ മെറ്റൽ, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മെറ്റൽ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കട്ടിങ് ഫ്ലൂയിഡ് വേറെ ആയിരിക്കും. എന്നാൽ ഹൈ റേറ്റ് ഓഫ് മെറ്റൽ റിമൂവൽ ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം ഹൈ എമൗണ്ട് ഓഫ് ഫ്രിക്ഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട കട്ടിങ് ഫ്ലൂയിഡ് വേറെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ റേറ്റ് ഓഫ് മെറ്റൽ റിമൂവലിന് എന്ത് ചെയ്യുന്നുണ്ട്, കട്ടിങ് ഫ്ലൂയിഡിൻ്റെ സെലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെറ്റീരിയൽ ഓഫ് ദി വർക്ക് പീസ്, നമ്മൾ ഏത് വർക്ക് പീസിൻ്റെ മെറ്റീരിയൽ ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കാസ്റ്റ് അയൺ ആണ് എന്ന് വിചാരിക്കുക, കാസ്റ്റ് അയൺ ആണ് നമ്മുടെ വർക്ക് പീസ് മെറ്റീരിയൽ എങ്കിൽ അവിടെ നമ്മൾ സാധാരണ
കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൂയിഡ് എന്ത് ചെയ്യാറില്ല, സെപ്പറേറ്റ് യൂസ് ചെയ്യാറില്ല. നമ്മളത് ഡ്രൈ ആയിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഈ കാസ്റ്റ് ചെയ്യാൻ മെഷീൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ്ഡ് എയർ എന്ത് ചെയ്യും, കൊടുക്കാറുണ്ട്. എയറും ഒരു കട്ടിംഗ് ഫ്ലൂയിഡായിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഫസ്റ്റ് നമ്മുടെ കോപ്പർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുമെങ്കിൽ അവിടെ സൊല്യൂബിൾ ഓയിൽ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അതുപോലെ ഹൈ കാർബൺ സ്റ്റീൽ ആണെങ്കിൽ അവിടെ സൊല്യൂബിൾ ഓയിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഓരോ മെറ്റീരിയലും നമുക്ക് വർക്ക് പീസിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് കട്ടിംഗ് ഫ്ലൂയിഡ്സുകൾ എന്ത് ചെയ്യേണ്ടി വരും, യൂസ് ചെയ്യേണ്ടി വരും. അലുമിനിയത്തിൽ കെറോസിൻ യൂസ് ചെയ്യാറുണ്ട് കട്ടിംഗ് ഫ്ലൂയിഡായിട്ട്. ഓക്കെ. അതുപോലെ നമ്മളെ കട്ടിംഗ് ടൂളിൻ്റെ മെറ്റീരിയൽ, കട്ടിംഗ് ടൂളിൻ്റെ മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീൽ ആവാം, ഹൈ സ്പീഡ് സ്റ്റീൽ ആവാം, സിമെൻറ്റൈഡ് കാർബൈഡ് ആവാം. അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് കട്ടിംഗ് ടൂളിന്. അപ്പോൾ ആ മെറ്റീരിയൽസ് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കട്ടിംഗ് ഫ്ലൂയിഡ് മാറും. അതുപോലെ സർഫസ് ഫിനിഷ് റിക്വയർമെൻറ്റ് ഞാൻ പറഞ്ഞു, നമുക്ക് ഏത് രീതിയിലുള്ള സർഫസ് ഫിനിഷാണോ വർക്ക് പീസിൽ കിട്ടേണ്ടത് അതിനനുസരിച്ചും കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ സെലക്ഷൻ, കട്ടിംഗ് ഫ്ലൂയിഡ് എന്ത് ചെയ്യാം, മാറി മാറി വരാം. അപ്പോൾ ഫൈൻ ഫിനിഷ് കിട്ടേണ്ടടുത്ത് ഉപയോഗിക്കേണ്ട അതേ കട്ടിംഗ് ഫ്ലൂയിഡ് അല്ല നമ്മൾ എന്ത് ചെയ്യുക, റഫ് ഫിനിഷ് കിട്ടേണ്ടടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ആ ഫിനിഷ് എത്രയാണോ ആ റിക്വയർമെൻറ്റിനനുസരിച്ചും കട്ടിംഗ് ഫ്ലൂയിഡ് മാറാം. അതുപോലെ കോസ്റ്റ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്, പിന്നെ ലാസ്റ്റ് എന്തായാലും കോസ്റ്റ് എന്താണ് നമ്മളെ സെലക്ഷനിൽ പ്രധാന ഒരു ഭാഗമാണ്. അങ്ങനെ ആ കോസ്റ്റ് നമ്മളെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ എന്ത് ചെയ്യും, ബാധിക്കും. അതുകൊണ്ട് കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ കോസ്റ്റും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രധാന ഫാക്ടർ തന്നെയാണ് കോസ്റ്റ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ടിംഗ് ഫ്ലൂയിഡിനെ സെലക്ട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ ഏതെല്ലാം ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഉള്ളത്. വാട്ടർ ഒരു കട്ടിംഗ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് മോസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, അത് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യില്ല. ബിക്കോസ് അതിന് കൊറോസീവ് ആക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യില്ല, എന്നാലും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സൊല്യൂബിൾ ഓയിൽസ് യൂസ് ചെയ്യാറുണ്ട്. സൊല്യൂബിൾ ഓയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ മേജർ കണ്ടൻറ്റ് വാട്ടർ ആയിരിക്കും. വാട്ടറിൻ്റെ കൂടെ ഏതെങ്കിലും മിനറൽ ഓയിൽസോ അങ്ങനെ ഏതെങ്കിലും ഓയിൽസ് എന്ത് ചെയ്യും, വാട്ടറിൽ സൊല്യൂബിൾ ആവുന്ന ഓയിൽസ് എന്ത് ചെയ്യും, അതിലേക്ക് ആഡ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഓയിൽസുകളാണ് സൊല്യൂബിൾ ഓയിൽസ്. പിന്നെ സ്ട്രൈറ്റ് ഓയിൽസ് എന്ന് പറയുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വാട്ടറൊന്നും മിക്സ് ചെയ്യില്ല. മിനറൽ ഓയിൽസ് ഉണ്ട്. അതുപോലെ നമ്മളെ പെട്രോളിയം ഓയിൽസുകളുണ്ട്, പെട്രോളിയം പ്രൊഡക്റ്റുള്ള പെട്രോളിയം ഓയിൽസുകളുണ്ട്. പിന്നെ ആനിമൽ ഫാറ്റിൽ നിന്നുണ്ടാക്കുന്ന ഓയിൽസുകളുണ്ട്. അത്തരത്തിലുള്ള ഫാറ്റി ഓയിൽസുകളുണ്ട്. ഓക്കെ, അതൊക്കെയാണ് സ്ട്രൈറ്റ് ഓയിൽസ്. ദെൻ മിക്സഡ് ഓയിൽസ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രൈറ്റ് ഓയിൽസിൽ തന്നെ നമ്മൾ പറഞ്ഞു രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മിനറൽ, അതായത് പെട്രോളിയം മിനറൽസിൽ നിന്ന് വരുന്ന ഓയിൽസ് ഉണ്ട്. പിന്നെ ഈ ഫാറ്റിൽ നിന്ന് വെജിറ്റബിൾ ഫാറ്റിൽ നിന്ന് എടുക്കുന്ന ഓയിൽസ്. അതുപോലെ നമ്മുടെ നമ്മുടെ ഏതാണ് ഫാറ്റ്, മീറ്റിൽ നിന്നൊക്കെ എടുക്കുന്ന പല ജന്തുക്കളുടെ നിന്നൊക്കെ എടുക്കുന്ന മീറ്റിൽ നിന്ന് എടുക്കുന്ന അവിടെ നിന്ന് എടുക്കുന്ന ഫാറ്റിൽ നിന്നുള്ള ഓയിൽസുകളുണ്ട്. അപ്പോൾ അത്തരം ഫാറ്റി ഓയിൽസും അതുപോലെ തന്നെ ഈ മിനറൽ ഓയിൽസിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സ്ചർ, അതാണ് മിക്സഡ് ഓയിൽസ്. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുക. അങ്ങനത്തെ ഓയിൽസുകളുണ്ട്. പിന്നെ കെമിക്കൽ അഡിറ്റീവ് ഓയിൽസ് ഉണ്ട്. കെമിക്കൽ അഡിറ്റീവ് ഓയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ ഓയിലിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സ്ട്രൈറ്റ് ഓയിലിലേക്കോ അല്ലെങ്കിൽ മിക്സഡ് ഓയിലിലേക്കോ നമ്മൾ എന്ത് ചെയ്യും, കെമിക്കൽ അഡിറ്റീവ്സിനെ ആഡ് ചെയ്യും. നമ്മൾ കോമൺലി ആഡ് ചെയ്യുന്നത് സൾഫർ, ക്ലോറിൻ തുടങ്ങിയിട്ടുള്ള കെമിക്കൽസ് ആണ്. ഓക്കെ, ഈ സൾഫർ ആഡ് ചെയ്യുന്ന കെമിക്കൽ അഡിറ്റീവ് ഓയിൽസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വളരെ ടഫായിട്ടുള്ള മെറ്റീരിയൽസ് മിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ലോ കാർബൺ സ്റ്റീൽസ് മിഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ പറയുന്നതാണ് കെമിക്കൽ കോമ്പൗണ്ട്സുകളുണ്ട്. ചില കെമിക്കൽ കോമ്പൗണ്ട്സുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ മെയിൻലി ആ കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ റസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആളുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ കൊറോഷനെ അല്ലെങ്കിൽ റസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആളായിരിക്കും ആ കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ മെയിൻ ആൾ. അതാണ് ഇത്തരം കെമിക്കൽ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ സോളിഡ് ലൂബ്രിക്കൻസ് എന്ന് പറയുമ്പോൾ സ്റ്റിക്ക് വാക്സസ്, അതുപോലെ ചില ബാർ സോപ്പുകൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സോളിഡ് ലൂബ്രിക്കൻസുകളായിട്ട്
നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. പേര് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് എഴുതണം. ഫസ്റ്റ് അസൈൻമെൻറ്റ് ഞാൻ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യും, ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. ഓക്കെ. ദെൻ മെത്തേഡ്സ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമ്മളെ മെഷീനിങ് പ്രോസസ്സിൽ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 3 മെത്തേഡുകളാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന 3 മെത്തേഡുകളാണുള്ളത്. ഒന്ന് ഫ്ലഡ് മെത്തേഡ്, മറ്റേത് ജെറ്റ് മെത്തേഡ്, അഥവാ മിസ്റ്റ് മെത്തേഡ്. അപ്പോൾ അതിൽ ഫ്ലഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇതാണ് നമ്മളെ വർക്ക് പീസ്, നമ്മളെ കട്ടിംഗ് ടൂള്. അപ്പോൾ കട്ടിംഗ് സോണിലേക്ക് എന്ത് ചെയ്യുന്നു, ഫ്ലഡ് മെത്തേഡിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കട്ടിംഗ് ഫ്ലൂയിഡിനെ ഇതിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ നമ്മളൊരു റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ടു ഫോഴ്സ് ദ കൂളൻ്റ് ഓവർ ദ വർക്ക് ആൻഡ് ടൂൾ. വർക്കിൻ്റെയും ടൂളിൻ്റെയും മുകളിലൂടെ ആ ഫ്ലൂയിഡിനെ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്തിട്ടാണ് അതിനെ ഫോഴ്സ് ചെയ്യുന്നത്. ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പമ്പ് ഈസ് കണക്റ്റഡ് ടു എ നോസിൽ ത്രൂ എ ഫ്ലെക്സിബിൾ പൈപ്പ്. നമ്മളെ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് എന്ത് ചെയ്യും, ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് വഴി ഒരു നോസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മളെ നോസിൽ, ഇതാണ് നമ്മുടെ പൈപ്പ്. ഓക്കെ. The nozzle can be adjusted to direct the stream of the fluid at the cutting stone. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നോസിലിനെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാം. നോസിലിനെ നമുക്ക് അതായത് ഫ്ലെക്സിബിൾ പൈപ്പാണ്, നമുക്ക് പ്രോപ്പറായിട്ട് നോസിലിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ടിങ് ആക്ഷൻ എവിടെയാണോ നടക്കുന്നത് ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവയ്ക്കാം. ഓക്കെ. ഇതാണ് ഫ്ലഡ് മെത്തേഡ്. ഇപ്പോൾ ഫ്ലഡ് മെത്തേഡിൽ നിങ്ങൾ നോക്കുക, ഈ കട്ടിംഗ് ടൂളിൻ്റെ ചിപ്പ് റിമൂവൽ നടക്കുന്ന ആ മുകൾ ഭാഗത്താണ് കട്ടിംഗ് ആക്ഷൻ നടക്കുന്ന, ഇവിടെയാണെന്ന് പറയാൻ പറ്റില്ല, കട്ടിംഗ് സോണിലാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഫ്ലൂയിഡിനെ അപ്ലൈ ചെയ്യുന്നത്, കട്ടിംഗ് ഫ്ലൂയിഡിനെ അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ഫ്ലഡ് മെത്തേഡ്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് കേട്ടോ. ഈ പറഞ്ഞ മെത്തേഡുകളിൽ ഏറ്റവും കോമൺ മെത്തേഡ് ഏതാണ്, ഫ്ലഡ് മെത്തേഡാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, ജെറ്റ് മെത്തേഡ്. ഈ ജെറ്റ് മെത്തേഡിൽ നിന്ന് ശ്രദ്ധിക്കുക, ഇവിടെ കട്ടിംഗ് ഫ്ലൂയിഡ് വരുന്നത് കട്ടിംഗ് ടൂളിൻ്റെ ബിലോ ആയിട്ടാണ്, കട്ടിംഗ് ടൂളിൻ്റെ എഡ്ജിൻ്റെ ബിലോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ടിംഗ് ഫ്ലൂയിഡിനെ സപ്ലൈ ചെയ്യുന്നത്. അവിടെ എ സ്മോൾ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് അറ്റ് ഹൈ സ്പീഡ് ഈസ് ഡയറക്റ്റഡ് അറ്റ് ദി പോയിന്റ് ഓഫ് മെറ്റൽ സെപ്പറേഷൻ ഫ്രം ദ അണ്ടർനീത്ത് ഓഫ് ദി ടൂൾ. നമ്മൾ ഡയറക്റ്റ്ലി ഈ കട്ടിംഗ് ടൂളിന് അടിയിലൂടെ എവിടെയാണോ മെറ്റീരിയൽ റിമൂവൽ, കട്ടിംഗ് ആക്ഷൻ ക്ലിയർ ആയിട്ടുണ്ട്, അതായത് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഹൈ സ്പീഡിൽ ഒരു നോസിലിൻ്റെ ഉള്ളിലൂടെ ഒരു ജെറ്റ് ഫോമിൽ എന്ത് ചെയ്യാണ്, ഈ കട്ടിംഗ് ഫ്ലൂയിഡിനെ ഇവിടേക്ക് സപ്ലൈ ചെയ്യുന്നു. അതാണ് ജെറ്റ് മെത്തേഡ്. ഇവിടെ ഹൈ സ്പീഡ് ജെറ്റ് സിസ്റ്റം ഗിയർ ഓർ വെയിൻ പമ്പ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ഹൈ പ്രഷർ. നമ്മളവിടെ ഫ്ലഡ് മെത്തേഡിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഗിയർ പമ്പോ വെയിൻ പമ്പോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ കട്ടിംഗ് ഫ്ലൂയിഡിനെ എന്ത് ചെയ്യാണ്, ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ജെറ്റ് ഫോമത്തിൽ, ഹൈ സ്പീഡ് ജെറ്റ് ഫോമിൽ എന്ത് ചെയ്യാണ്, കട്ടിംഗ് ആക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ പ്രോപ്പർ ആ കട്ടിംഗ് എഡ്ജ് റിമൂവൽ ആവുന്ന ഏരിയയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കട്ടിംഗ് ടൂളിൻ്റെ ബിലോയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഹൈ സ്പീഡിൽ ജെറ്റിനെ, ഈ കട്ടിംഗ് ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഹൈ സ്പീഡ് ജെറ്റായിട്ട് സപ്ലൈ ചെയ്യുന്നത്. അതാണ് ജെറ്റ് മെത്തേഡ്. ദ ലാസ്റ്റ് മെത്തേഡ് എന്താണ്, മിസ്റ്റ് മെത്തേഡ്. ദ ഫ്ലൂയിഡ് ഈസ് പാസ്ഡ് ത്രൂ എ സ്പെഷ്യലി ഡിസൈൻഡ് നോസിൽ to form very fine droplets, that is mist. This mist is directed at the cutting zone at high speed. It has better cooling effect than flood or jet methods. Okay, മിസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെയും നമ്മൾ എന്തുണ്ട്, നോസിലുണ്ട്. ആ നോസിലിൻ്റെ പ്രത്യേകത ഉണ്ട്, നമ്മൾ ജെറ്റ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന നോസിലോ അല്ലെങ്കിൽ ഫ്ലഡ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന നോസിലോ അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു നോസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ നോസിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ നോസിലിൽ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഹോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, മൈന്യൂട്ടായുള്ള ഹോൾസുകളാണ് ഉണ്ടായിരിക്കുക. അതുവഴിയാണ് എന്ത് ചെയ്യുക, ഈ ജെറ്റ് ഹൈ സ്പീഡിൽ നോസിലൂടെ നമ്മളെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുക വരിക. അപ്പോൾ ഇതിലൂടെ ഇത്രയും ചെറിയ മൈന്യൂട്ട് ഹോൾസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് വളരെ ഫൈൻ ഡ്രോപ്ലെറ്റ്സുകളായിട്ടാണ് എന്ത് ചെയ്യുക, അത് പുറത്തേക്ക് വരിക. അതായത് ഇൻ ദ ഫോം ഓഫ് മിസ്റ്റ് രൂപത്തിലാണ് എന്ത് ചെയ്യുക, അത് പുറത്തേക്ക് വരിക. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കട്ടിംഗ് സോണിലേക്ക് ഹൈ സ്പീഡിൽ അതിനെ അങ്ങോട്ട് ഡയറക്റ്റ്, ആ മിസ്റ്റിനെ അങ്ങോട്ട് കട്ടിംഗ് സോണിലേക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇറ്റ് ഹാസ് ബെറ്റർ കൂളിംഗ് എഫക്ട് ദാൻ ഫ്ലഡ് ഓർ
ജെറ്റ് മെത്തേഡ്സ്. മറ്റ് 2 മെത്തേഡുകളെക്കാട്ടും കൂളിംഗ് ഇഫക്റ്റ് കൂടിയ മെത്തേഡ് ഏതാണ്? മിസ്റ്റ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഞാൻ ക്ലാസ്സിൽ പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സിലബസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വളരെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. വളരെ ആൾക്ക് പറയുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കും വേണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മളന്ന് ഫസ്റ്റ് അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യും, അതിൻ്റെ മെറ്റീരിയലും അതിൽ അപ്ലോഡ് ചെയ്യും. ഇന്ന് ഡേറ്റ് നമുക്ക് 14-ാം തീയതിയാണ്. നമുക്കൊരു 22-ാം തീയതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് അസൈൻമെൻറ്റ് നിങ്ങൾ PDF രൂപത്തിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ നിങ്ങളെ ഫസ്റ്റ് CS ടെസ്റ്റ് നമ്മൾ ഈ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. നമുക്കത് തിങ്കളാഴ്ച വേണ്ട, നമുക്കത് മറ്റൊരു ദിവസം, ഈ വീക്കിൽ തന്നെ ഒരു ദിവസം ഉണ്ടായിരിക്കും. ദിവസം ഞാൻ നാളെ അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.